ഹലോ ഫാമിലി, വെൽക്കം ബാക്ക് ടു ബി നമ്മീസ് ലൈഫ്. ഇന്ന് നമ്മുടെ തായ്ലൻഡിലെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ പട്ടായക്കടുത്തുള്ള ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ട്രോപ്പിക്കൽ ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് പോയാലോ? നമ്മുടെ ടൂർ കോർഡിനേറ്റർ ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോയതുകൊണ്ട് നമ്മൾ ഇതിലെ ഇങ്ങനെ കറങ്ങി നടക്കുവാണ്. ഹലോ, ഇന്ന് നുങ്നൂക്സ് ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. ഡൈനോസർസിനെയൊക്കെ കുറെ കാണാൻ പറ്റും. ഈ ഗാർഡനിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നത് ദിനോസോർസിനെയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിന്റെ റിലേഷൻ എന്താണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ ആ എൻട്രൻസിൽ വെയിറ്റ് ചെയ്ത് നിൽക്കും. അത് കണ്ടോ, പെബിൾസ് കണ്ടോ? പെബിൾസ് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ട് ഒരുപാട് ചിത്രങ്ങളും വാക്കുകളും ഒക്കെ ഉണ്ടാക്കിയേക്കുന്ന മതിലുകൾ ഇവിടെയുണ്ട്. അത് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ എൻട്രൻസിൽ തന്നെ കോഫി ഷോപ്സ്, അല്ലാതെ ഡ്രസ്സസിന്റെ ഷോപ്സ്, അങ്ങനെ പല പല ഷോപ്സുകളും ഉണ്ട്. പിന്നെ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരോടും കൂടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ ട്രിപ്പ് തുടങ്ങിയത്. ആദ്യം നമ്മളെ കാണിക്കുന്നത് കാക്ടസിന്റെ ഒരു ഗാർഡൻ ആണ്. പല വെറൈറ്റിയിലുള്ള കാക്ടസ്, പല വലിപ്പത്തിലുള്ള കാക്ടസ് ഒക്കെ കൂടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഏതൊരു സാധനത്തിന്റെ ഭംഗി അത് പ്രസന്റ് ചെയ്യുന്ന രീതിയിലാണെന്ന് പറയാറില്ലേ, അത് ശരിക്കും സത്യമാണ്. ഇവിടെ ഓരോന്നും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഇതിന്റെ ചിലതിന്റെയൊക്കെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര വലിപ്പമാണ്. അപ്പൊ നമ്മൾ ആദ്യം ഈ കാക്ടസിന്റെ ഇത് ഗാർഡൻ ഒക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ ബാക്കി സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മളെ അവിടെ നിന്ന് ഒരു ഒരു വലിയ ബഗ്ഗി പോലത്തെ ഒരു വണ്ടിയിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഇതെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആ ബഗ്ഗിയൊക്കെ കിടക്കുന്നിടത്തേക്ക് പോവാണ്. അപ്പൊ ആ പോകുന്ന വഴിക്ക് ഒരു ആനയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലമുണ്ട്. ആനക്കൊട്ടിൽ എന്ന് വേണമെങ്കിൽ പറയാം. കുറേ ആനകൾ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുമ്പോഴേക്കും അവിടെ നമുക്ക് ആനപ്പുറത്ത് കയറാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ഇച്ചുവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബീന എന്ന് പറഞ്ഞ ഒരു മെമ്പർ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ആനപ്പുറത്തൊക്കെ കയറി ഒരു എലിഫന്റ് റൈഡ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ആനപ്പുറത്ത് കയറാൻ അത്ര ഇഷ്ടമില്ല. ഇങ്ങനെ അതിന്റെ പുറത്ത് നടക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നമ്മൾ കുറച്ച് ഗാർഡൻസ് ഒക്കെ ഉണ്ട്. ഇവിടെയും കണ്ടില്ലേ, മുട്ടയ്ക്കകത്തുനിന്ന് വിരിഞ്ഞു വരുന്ന ദിനോസർ കുഞ്ഞുങ്ങൾ. അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ദിനോസറും അവരും തമ്മിലുള്ള ആ ഒരു ബന്ധം. ഇത് കണ്ടോ, ഇവിടെ ഒരു കൊമ്പൻ നിൽക്കണേ, എന്ത് രസം അവനെ കാണാനായിട്ട്. അവന്റെ കൊമ്പൊക്കെ കണ്ടോ, നല്ല സൂപ്പർ ആയിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് ഇവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ബഗ്ഗിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ കാഴ്ചകളിലേക്ക് പോവാണ്. ഒരുപാട് കാണാനുണ്ട്. ഒരുപാട് ഗാർഡൻസ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടുണ്ട്. 600 ഏക്കേഴ്സിലധികം വലിപ്പമുള്ള ഒരു ഗാർഡൻ ആണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടുണ്ട്. ഒരുപാട് നമുക്ക് എന്റർടൈനിങ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കാണുമ്പോൾ കുറേ നേരം എടുക്കും. അപ്പൊ അതുകൊണ്ട് ഇത് ഇച്ചിരി ലോങ് വീഡിയോ ആയിരിക്കും. ചിലപ്പോൾ ഞാനിത് 2 പാർട്ടായിട്ടാവും ഇടുക. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. പിന്നെ ഞാനിത് മൊത്തമായിട്ട് ഇടുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, എനിക്കിത് മൊബൈലിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും കാണാൻ പറ്റുന്നതിനേക്കാൾ നല്ലത് വീഡിയോയ്ക്കകത്ത് ഇടുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈവൻ ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് കാണാൻ പറ്റുമല്ലോ. അപ്പം നമ്മളൊന്നും മിസ്സാവത്തുമില്ല. അപ്പം അതുകൊണ്ട് ഞാനത് വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അല്ലെങ്കിൽ നിങ്ങൾ ഓടിച്ചോടിച്ച് കണ്ടാലും കുഴപ്പമില്ല. പക്ഷെ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ ആണ്. മിസ് ചെയ്യരുത്. ഇത് വണ്ടിയിൽ നമ്മളെ കൊണ്ട് ഇറക്കുന്ന ഫസ്റ്റ് സ്റ്റോപ്പാണ്. ഇവിടെ ചെറിയ ചെറിയ മണ്ണ് കൊണ്ടുള്ള ചെടിച്ചട്ടികൾ അങ്ങനെ കൂട്ടിച്ചേർത്ത് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന കുറേ കാഴ്ചകളുണ്ട്. ആർച്ച് പോലെയുണ്ട്, വണ്ടികളുണ്ട്, ഭയങ്കരമായിട്ടുള്ള ഓരോരോ ഡെക്കറേഷൻസും ഡിസൈൻസും ഉണ്ട്. പിന്നെ നല്ല കുറേ ചെടികളും നല്ല അറേഞ്ച് ചെയ്തിരിക്കുന്ന ഗാർഡൻ ഒക്കെ ഉണ്ട് ഇവിടെ. നല്ല ഭംഗിയായിരുന്നു ഇവിടെ കാണാൻ. നല്ല ഒരു എന്താ പറയാ, ഒരു നല്ല ക്ലൈമറ്റും ആയിരുന്നു ഇതിനകത്ത്. ചില സ്ഥലങ്ങളിലൊക്കെ മിസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഈ ചെടികൾക്കിടയിൽ കൂടെ ഇങ്ങനെ ഫ്യൂംസ് ഇല്ലേ, നമ്മുടെ യക്ഷികളൊക്കെ വരുന്നതും മാതിരി വൈറ്റ് ഫ്യൂംസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പൊ ഞാൻ അതിന്റെ അടുത്ത് പോയിരുന്ന് കുറച്ചു നേരം വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സ്ഥലത്ത് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെടിച്ചട്ടി കൊണ്ട്. അപ്പൊ അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോപ്പിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയിൽ കയറേണ്ട സമയമായി. അപ്പൊ ആ കയറുന്ന സ്ഥലത്ത് കുറേ ചെടിച്ചട്ടികൾ കുറച്ച് വലിപ്പമുള്ളത് ഇങ്ങനെ ഇമോജീസിന്റെ ഫേസ്, അങ്ങനെ ഭയങ്കര ഡിഫറെന്റ് ഫേസസ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണല്ലോ ഇതിനകത്ത് ഉണ്ടാവുക.
അപ്പൊ എല്ലാവരും കൂടിയിട്ട് പോകുന്നതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ അതിനകത്ത് വണ്ടിയിൽ അവരൊരു ഡ്രൈവർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇവരുടെ തന്നെ ഭാഷ ആയതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാകത്തൊന്നുമില്ല. പിന്നെ നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോഴേക്കും ഗാർഡന്റെ 2 സൈഡിലും ആ റോഡിന്റെ സൈഡിലായിട്ട് ഓരോ തരത്തിലുള്ള ആനിമൽസിന്റെ സ്റ്റാച്യൂസ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പലതരത്തിലുള്ള ആനിമൽസ് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള പലതരത്തിലുള്ള ആനിമൽസിന്റെ പ്രതിമകൾ ഇങ്ങനെ ഉണ്ടാവും. ഓരോ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നുണ്ടാവും. ജിറാഫ്, എന്താ പറയാ, സീബ്ര, ആടുകള്, എന്താ ഇങ്ങനെ മൂങ്ങ, അങ്ങനെ ഓരോ സാധനങ്ങൾ. ചിലതിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കും, ചിലതിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ഇതിനുള്ളിൽ കാർ മ്യൂസിയം ഉണ്ട്. ഇത് രണ്ടാമത്തെ കാർ മ്യൂസിയം ആണ്. ഇതല്ലാതെ വേറൊരു കാർ മ്യൂസിയം കൂടിയുണ്ട്. അപ്പം ഇത് നമ്മളെ കാണിക്കോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഇങ്ങനെ കുറച്ചുകൂടെ കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മൾ ഇതിനകത്തൂടെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പം നമ്മളെ ഈ ബഗ്ഗിയിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് നമ്മളിങ്ങനെ ഓരോ ഗാർഡൻ ഒക്കെ കണ്ട് പൊക്കോണ്ടിരിക്കുവാണ്. ഇപ്പോഴും പല സ്ഥലങ്ങളിലും പലതും ഉണ്ടാക്കുന്നുണ്ട്. നോക്കി, ഇവിടെ വലിയൊരു ഒറാങ്ങൂട്ടാനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇനി കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം എനിക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. അപ്പൊ നിങ്ങൾ ഇതെല്ലാം ഒന്ന് കണ്ടിട്ട് വരൂ. വരുന്നു, ഞാൻ ഓടിക്കോളാം. നമ്മളെ രണ്ടാമത്തെ സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് കുറെ സ്ഥലങ്ങൾ നടന്ന് കാണാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതെല്ലാം നടന്ന് കണ്ടാലും തീരത്തില്ല. ദിനോസർ, രണ്ട് നിൽക്കുന്ന ഒരു കുഞ്ഞു ദിനോസർ, ജീവനുള്ള ദിനോസർ. ഇവിടെ നമുക്ക് ഒരു ടൈം തന്നിട്ടുണ്ട്. ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ തിരിച്ച് ബസ് വരുന്ന സ്ഥലങ്ങളിൽ വരണം എന്നാണ്. അതുവരെ നമുക്ക് ഇവിടെ എല്ലാം കറങ്ങി നടന്ന് കാണാം. നമ്മൾ ആദ്യം പോയത് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ അതിലേക്കൂടെ ആയിരുന്നു. അതിലേക്കൂടെ കുറെ പോയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ മേളിൽ കൂടെ ഒരു മേൽപ്പാലം പോലത്തെ ഒരു സംഭവം ഉണ്ട്. അതേ കൂടെ കയറിയാൽ നമുക്ക് താഴെയുള്ളതെല്ലാം ഇങ്ങനെ കണ്ട് നടക്കാൻ വേണ്ടിയിട്ട് പറ്റും. താഴെ കൂടെ നടക്കുന്നതിനെ കഴിഞ്ഞും നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ആ മേൽപ്പാലത്തിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്കെല്ലാം കാണാൻ വേണ്ടിയിട്ട് പറ്റും.
ആക്ച്വലി ഞാൻ ഇതിലെല്ലാം നടന്നപ്പോൾ മൈക്കൊക്കെ വെച്ച് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാണിച്ച് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മൈക്ക് വർക്ക് ചെയ്തില്ല. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. കുറച്ചു നേരം സൗണ്ട് വരും, പിന്നെ കുറച്ചു നേരം ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതുകൊണ്ട് പിന്നെ ഞാൻ സത്യത്തിൽ അത് അറിഞ്ഞൂല്ല. ഞാൻ റൂമിൽ വന്ന് നോക്കി കഴിയുമ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഒരു സംഭവമേ, സൗണ്ടേ ഇല്ല, ഒന്നുമില്ല എന്നുള്ള കാര്യം. എനിക്ക് ഡയറക്റ്റ് വോയിസ് ചെയ്ത് ഒരു വീഡിയോ ഇടാനുള്ള എന്താ പറയാ യോഗമില്ല എന്ന് തോന്നുന്നു. ഇത്രയും നേരം ഇതിലെല്ലാം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറയുകയാണെങ്കിൽ നന്നായിട്ട് ക്ഷീണിച്ചു. കാരണം പാലത്തിന്റെ മേളിൽ കൂടെ ആണെങ്കിലും നമ്മൾ കുറേ നടക്കാനുണ്ടായിരുന്നു. നടന്ന് നടന്ന് ക്ഷീണിച്ചു. പിന്നെ കയ്യിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഒരു സ്നാക്ക് ഒക്കെ കഴിച്ചുകൊണ്ടായിരുന്നു നടന്നത്. പക്ഷെ എനിക്കൊരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ആഗ്രഹമായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ നടന്നിങ്ങനെ കുറേ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ചെറിയ ചെറിയ അമ്പലങ്ങളെ പോലെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. പക്ഷെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതൊക്കെ കാണാനായിട്ട്. എന്താ ഇവിടെ ഒരാള് കൊലച്ചിരിയോടെ നിൽക്കുന്ന കണ്ടോ? ഒരെണ്ണത്തിനെ കൊന്നതിന്റെ സന്തോഷത്തിൽ ഇങ്ങനെ കൊലച്ചിരിയോടെ നിൽക്കുന്ന പ്രതിമയൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒത്തിരി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ. ഇത് നമ്മളിവിടെ ഇങ്ങനെ കുറേ നേരം അവിടെ അങ്ങ് ഇരുന്ന് എൻജോയ് ചെയ്തു. ആ പാലത്തിന്റെ മേളിൽ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് അങ്ങോട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ നടക്കുമ്പോഴാണ് ശരിക്കും അവിടെ ഒരു കോഫി ഷോപ്പ് ഒക്കെ കണ്ടത്. പിന്നെ ഞാൻ നേരെ അങ്ങോട്ടേക്കായിരുന്നു പോയത്. കാരണം എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ക്ഷീണമായിരുന്നു. ഒരു കോഫി കുടിക്കാനുള്ള ഒരു ആഗ്രഹം. ആക്ച്വലി ദിനോസർ ഇറച്ചി കഴിച്ചിട്ട് വരാം, അല്ല ദിനോസർ മുട്ട പൊരിച്ചത് കഴിച്ചിട്ട് വരാം. അവിടെ പോയി കോഫിയൊക്കെ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ അങ്ങോട്ട് നടന്നു. പിന്നെ ഞാൻ അവിടെ പോയിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ചു. അവർക്ക് കോഫി ഒന്നും വേണ്ടായിരുന്നു, ജ്യൂസ് മതിയായിരുന്നു. ഞാൻ കോഫിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ഇങ്ങനെ ഒരു ബുദ്ധ പ്രതിമകളും അങ്ങനെ ഒരു ടെമ്പിൾ വൈബ് ഉള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ ആദ്യം വന്ന ആ ഒരു സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരും. അവിടെ ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടായിരുന്നു. അവിടെയും ഉണ്ട് ഇങ്ങനെ മേൽപ്പാലം. അവിടെ നല്ല മിസ്റ്റ് ഒക്കെ ഇങ്ങനെ എന്താ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സ്വർഗത്തിൽ കൂടെ നടക്കുന്ന ഒരു ഇഫക്റ്റാണ്. നല്ല ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. സൂപ്പർ വൈബ്. പിന്നെ ഇങ്ങനെ ഇത് ഈ ഹാങ്ങിങ് ആയിട്ട് കുറെ സാധനം, എന്താ പറയാ ഇതിനെന്താ പറയുന്നത്, ഇതിനെന്തോ ഒരു പേര് പറയുമല്ലോ, കൊക്കഡാമയോ, ഇങ്ങനെ ചെടികൾ ഇങ്ങനെ തൂക്കി തൂക്കി ഇടുന്നില്ലേ അതിന്, കൊക്കഡാമ എന്നാ തോന്നുന്നു പറയുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് നോക്കിയ ഒരു നല്ലൊരു ഗാർഡൻ, അതൊരു സുന്ദരിയായ ഒരു പെങ്കൊച്ച് നടന്നു വരുന്നതാണ്. പിന്നെ ഞാൻ മറ്റുള്ളവരുടെ പ്രൈവസി നോക്കണമല്ലോ എന്ന് ഓർത്തിട്ട് കുറച്ച് സൂം ഒന്നും ചെയ്ത പെൺകുട്ടീനെ കാര്യമായിട്ടൊന്നും എടുത്തില്ല. പക്ഷെ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെങ്കൊച്ചായിരുന്നു അത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞു. ഞാൻ പറഞ്ഞ മതിലുകൾ കണ്ടോ, അതെല്ലാം പെബിൾസും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന മതിലുകളാണേ. പക്ഷെ നല്ല രസം, നല്ല ഒരു ചിത്രം വരച്ചു വെച്ചേക്കുന്നത് പോലെയാ. ഇനി നമ്മൾ അടുത്ത ഒരു ഷോയിലേക്ക് എലിഫന്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ രാവിലെ ഇവിടെ കയറിയതിന് ശേഷം ഇവരെല്ലാം കണ്ടിട്ട് പിന്നെ നമുക്ക് ലഞ്ച് എല്ലാം ഇവിടെ തന്നെയാണ്. കാരണം അത്രമാത്രം കാണാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇനി ഇതിന് ഈ പാർക്കെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് ഇനി ഷോയും കൂടെ കണ്ടിട്ട് പിന്നെയും ഉണ്ട് കുറേ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കമന്റ് ചെയ്തേക്കണം. നിങ്ങൾ ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.